ഡെറിക്ക് പാട്ട് പാടും, ഡെറിക്ക് കീബോർഡ് വായിക്കും. എല്ലാം ഗോസ്പൽ സോങ്സ് ആണ് കൂടുതലായിട്ടും പാടണമെന്ന് തോന്നുന്നു അല്ലേ? അതെ അല്ലേ? അതെ. ഡെറിക്ക് എന്താ ചെയ്യണത് അത് പറഞ്ഞല്ലോ. ഞാൻ ഏറ്റവും കൂടുതൽ കീബോർഡ് വായിക്കും, ബൈബിള് വായിക്കും, പിന്നെ അതുപോലെ തന്നെ പ്രാർത്ഥനകളൊക്കെ കേൾക്കും. അല്ല, ഇപ്പം പഠിക്കുന്നുണ്ടോ അതോ? പഠിക്കുന്നുണ്ട്. എവിടെയാണ്? ഞാൻ വിശാഖപട്ടണത്താണ് പഠിക്കുന്നത്. വിശാഖപട്ടണത്താണ് പഠിക്കുന്നത്. ഓക്കെ. അവിടെ എന്താണ് പഠിച്ചുകൊണ്ടിരിക്കുന്നത്? ഏത് കോഴ്സിനാണോ? ഞാനിപ്പം 9ലാണ്. 9ാം ക്ലാസ്. 9ാം ക്ലാസ് കഴിഞ്ഞ് ഇപ്പൊ 10ലോട്ട് കയറുന്നു. ഓക്കെ. അപ്പോ അതിന്റെ കൂടെ സംഗീതം ഇങ്ങനെ ഒരു പാഷനായിട്ട് കൊണ്ടു നടക്കുന്നു അല്ലേ? അതെ. ഓക്കെ. അപ്പൊ നമുക്ക് ഡയറക്റ്റ് കീബോർഡ് വായിച്ച് അതിന്റെ കൂടെ പാട്ടും പാടും. പക്ഷെ ഇതിനൊക്കെ പുറമെ വേറൊരു കാര്യമുണ്ട് ഡയറക്റ്റ് ചെയ്യുന്നത്. ബൈബിളിലെ ഏത് വചനം ചോദിച്ചാലും അത് പറയാൻ കഴിയും ഡെറിക്കിന്. ബൈബിളിലെ ഏറ്റവും ചെറിയ വചനം ഏതാണ് ഡെറിക്ക്? 117 സങ്കീർത്തനം. എന്താണ് അതിൽ പറഞ്ഞിരിക്കുന്നത്? യഹോവയെ സ്തുതിപ്പിൻ എന്നാണ് പറഞ്ഞിരിക്കുന്നത്. യഹോവയെ സ്തുതിപ്പിൻ എന്നുള്ളതാണ്. 116 സങ്കീർത്തനം എന്താ? ഞങ്ങൾക്കല്ല യഹോവ, ഞങ്ങൾക്കല്ല. അതാണ് അതിന്റെ തുടക്കം. 1-ാം വാക്യം. ഞങ്ങൾക്കല്ല യഹോവയെ സ്തുതി അല്ല നിനക്ക് തന്നെ ആയിരിക്കും. എനിക്കൊരു ബൈബിൾ തരുമോ? ബൈബിളിലെ ലാസ്റ്റ് വാക്ക് എന്താണെന്നറിയോ? ഏറ്റവും ലാസ്റ്റ് എഴുതിയേക്കണ എന്താ? ബൈബിളിൽ അവസാനം എഴുതിയിരിക്കുന്ന വാക്ക് ആമേൻ കർത്താവേ യേശുവേ വേഗം വരണമേ. വെളിപ്പാട് റെവലേഷൻ ചാപ്റ്റർ 22 ആണ്. പറയാൻ പറ്റില്ല. ഹല്ലേലൂയ. നീ എന്റെ പ്രാണനെ പാതാളത്തിൽ വിടുകയില്ല, നിന്റെ പരിശുദ്ധനെ ദ്രവത്വം കാണുവാൻ സമ്മതിക്കുകയുമില്ല. 16-ാം സങ്കീർത്തനം. ആഹാ, 16-ാം സങ്കീർത്തനം. യഹോവേ എത്രത്തോളം നീ എന്നെ മറന്നുകൊണ്ടിരിക്കും, നീ എത്രത്തോളം. 13-ാം സങ്കീർത്തനം 1-ാം വാക്യം. യഹോവേ രക്ഷിക്കണമേ, ഭക്തന്മാർ ഇല്ലാതെ പോകും. 12-ാം സങ്കീർത്തനം 1-ാം വാക്യം. ഇനി ഞാൻ വേറൊരു സ്ഥലത്തിലേക്ക് കേട്ടോ. ദുഷ്ടന്മാർ എന്നെ നശിപ്പിപ്പാൻ പതിയിരിക്കുന്നു, ഞാനോ നിന്റെ സാക്ഷ്യങ്ങളെ ചിന്തിച്ചുകൊള്ളും. 119-ാം സങ്കീർത്തനമായി. കറക്റ്റ്. ഓ, ഇതൊക്കെ അപ്പൊ എങ്ങനെ പഠിച്ചു ഇങ്ങനെ ഇത്രയും കൃത്യമായിട്ട് വായിക്കുന്നത്? ഇത് വായിക്കുന്നത് അങ്ങനെ ഒരാൾ വായിച്ചു തരുമ്പോ അങ്ങനല്ല, ഇത് ഓഡിയോ കേട്ടിട്ട് അങ്ങനെ പഠിക്കുന്നതാണല്ലേ? ഓ, അത് കലക്കനാണ് കേട്ടോ. ശരിക്കും പറഞ്ഞാല് അതെല്ലാം ഗംഭീരമായിട്ട് ഇതൊക്കെ ഇത്രയും കാണാപ്പാടം പഠിച്ചു. സത്യക്രിസ്ത്യാനിയെ ചേട്ടൻ അറിഞ്ഞൂടെ ഇതെല്ലാം അല്ലേ? ഡെറിക്കിനെ സമ്മതിക്കണം. കാരണം ഇത് ഓഡിയോ ബൈബിളാണ് കേട്ടോണ്ടിരിക്കുന്നത് അല്ലേ? അതെ അതെ. ഓഡിയോ യൂട്യൂബിലുണ്ട്. അത് സ്ഥിരമായിട്ട് കേട്ടിട്ട് അത് മനപ്പാടമാക്കിയതല്ല, അത് ദൈവികമായ സിദ്ധിയുള്ളവർക്ക് സാധിക്കുള്ളൂ. ബ്ലസ്ഡ് ആണ് യഥാർത്ഥത്തിൽ. ഡെറിക്ക് ഭയങ്കര ബ്ലസ്ഡ് ആണ്. താങ്ക് യു. അപ്പൊ ഇനി ഡെറിക്കിന്റെ പാട്ടിലേക്ക് കിടക്കണം. ഓക്കെ, ഡെറിക്ക് പാട്ടും കീബോർഡ് സെറ്റ് ചെയ്യണ്ടേ നമുക്ക്? കീബോർഡ് സെറ്റ് ചെയ്യാം. അപ്പൊ കീബോർഡ് സെറ്റ് ചെയ്യാം, വരൂ. ഡെറിക്കിന്റെ ഒരു പാട്ട് നമുക്ക് കേൾക്കണം അല്ലേ? പാടാം. ഏതാ പാട്ട് പാടാൻ പോണേ? ഒരു മഴയും തോരാതിരുന്നിട്ടില്ല, ഒരു കാറ്റും അടങ്ങാതിരുന്നിട്ടില്ല. ഓക്കെ.
മഴയും തോരാതിരുന്നിട്ടില്ല, ഒരു കാറ്റും അടങ്ങാതിരുന്നിട്ടില്ല, ഒരു രാവും പുലരാതിരുന്നിട്ടില്ല, ഒരു നോവും കുറയാതിരുന്നിട്ടില്ല. തിരമാലയിൽ ഈ ചെറുതോണിയിൽ, തിരമാലയിൽ ഈ ചെറുതോണിയിൽ, മരത്തിനരികെ അവനുള്ളതാ, ഒരു മഴയും തോരാതിരുന്നിട്ടില്ല, ഒരു കാറ്റും അടങ്ങാതിരുന്നിട്ടില്ല. മഞ്ഞും മഴയും കൊള്ളുന്ന വെയിലും എല്ലാം നാഥന്റെ സമ്മാനമാ. മഞ്ഞും മഴയും കൊള്ളുന്ന വെയിലും എല്ലാം നാഥന്റെ സമ്മാനമാ. എൻ ജീവിതത്തിന് നന്നായി വരാനായി പേർക്കു താതൻ ഒരുക്കുന്നതാ. എൻ ജീവിതത്തിനു നന്നായി വരാനായി പേർക്കു താതൻ ഒരുക്കുന്നതാ. ഒരു മഴയും തോരാതിരുന്നിട്ടില്ല, ഒരു കാറ്റും അടങ്ങാതിരുന്നിട്ടില്ല, ഒരു രാവും പുലരാതിരുന്നിട്ടില്ല, ഒരു നോവും കുറയാതിരുന്നിട്ടില്ല. അസലായിട്ട് പാടി കേട്ടോ, അസലായിട്ട് പാടി. ആരാ കൂടെ വന്നിട്ടുള്ളേ? മമ്മി, ചേട്ടൻ. അപ്പം രണ്ടുപേരെയും ഇങ്ങോട്ട് വിളിക്കാം. മമ്മിയും ചേട്ടനും ഇങ്ങോട്ട് വരൂ. അദ്ദേഹത്തിന് ഈ പറഞ്ഞ പോലെയുള്ള ഒരു ട്രെയിനിങ് കൊടുക്കുന്നത് അതാണ് അതിൻ്റെ ഏറ്റവും വലിയ കാര്യം കേട്ടോ. കാരണം അങ്ങനെ പ്രോത്സാഹിപ്പിച്ച് കൊണ്ടുവരണോണ്ടാണല്ലോ ആളിന് ഇത്രയും ടാലന്റഡ് ആയിട്ടുള്ള ആളിനെ ഇങ്ങനെ എത്തിക്കുന്നത് അല്ലേ. കാരണം സാധാരണഗതിയിൽ അങ്ങനെയൊന്നും ആൾക്കാർ കോൺസെൻട്രേറ്റ് ചെയ്യില്ലല്ലോ. അതിന് പ്രത്യേകമായിട്ട് അമ്മയ്ക്കും നേട്ടനും ഒക്കെ ഒരു കൈയടി കേട്ടോ. ചേട്ടാ, നമുക്ക് ദൈവം തന്നിരിക്കുന്ന മണിക്കൂർ എന്ന് പറഞ്ഞാൽ യഥാർത്ഥത്തിൽ ഒരു 70 വയസ്സ് വരെയൊക്കെ ആവറേജ് ജീവിക്കുകയാണെങ്കിൽ ഒരു 8-8.5 ലക്ഷം മണിക്കൂറാണ്. അതിൽ പകുതിയൊക്കെ കഴിഞ്ഞ് ഏകദേശം നമ്മളൊക്കെ നോക്കുകയാണെങ്കിൽ ഇനി ഒരു 2.5-3 മണിക്കൂറാണുള്ളത്. ലക്ഷം മണിക്കൂറാണ് ബാക്കിയുള്ളത്. അപ്പോൾ ഇത്രയും മണിക്കൂറുകൾ ഉപയോഗിക്കുന്നത് പല രീതിയിലാണ് പല ആൾക്കാർ. ഡെറിക് എന്ന് പറഞ്ഞാൽ ദൈവം കൊടുത്ത എല്ലാ മണിക്കൂറുകളും ഉപയോഗിച്ചു എന്നുള്ളതാണ്. ഹാർഡ് വർക്ക് ചെയ്തു. കാരണം സക്സസ്ഫുൾ ആയിട്ട് കൊണ്ടു നടക്കുക എന്നുള്ളതാണ്. കീബോർഡ് അസലായിട്ട് വായിക്കുന്നു, മാനുവൽ പ്ലേയിങ് ചെയ്യുന്നു, പാട്ട് പാടുന്നു, അതോടൊപ്പം തന്നെ ബൈബിള് ഹൃദ്യസ്ഥമാക്കി ദൈവത്തിൻ്റെ വചനങ്ങൾ അവൻ കാണാതെ പറയുന്നു എന്ന് പറയുന്നത് തന്നെ ഏറ്റവും വലിയ ഗിഫ്റ്റാണ് തിരിച്ചു കൊടുക്കാൻ പറ്റിയത്. അപ്പം അത് യഥാർത്ഥത്തിൽ ഒരുപാട് പേർക്ക് മാതൃകയാവുകയാണ്. ഡെറിക് ഒരു ഐഡലായി മാറുകയാണ്. ഒരു നമുക്ക് ഫോളോ ചെയ്യാൻ പറ്റുന്ന ഒരു വ്യക്തിയാണ്. ഇങ്ങനെ ആയിരിക്കണം ഇനി ജീവിക്കേണ്ടത് എന്നുള്ള കാരണം ഒരു സമയം പാഴാക്കിയില്ല, എന്തൊക്കെ ഹൃദ്യസ്ഥമാക്കി. ഇനി ഒരുപാട് കാര്യങ്ങൾ ചെയ്ത് തീർക്കാനുണ്ട് ഡെറിക്കിന്. തുടങ്ങിയിട്ടേ ഉള്ളൂ. ഒരുപാട് പേരെ ആസ്വദിപ്പിക്കാനുണ്ട്, ഒരുപാട് പേരെ പഠിപ്പിക്കാനുണ്ട്, ഒരുപാട് പേരെ മനസ്സിലാക്കിക്കാനുണ്ട്. അതിന് സപ്പോർട്ട് കൊടുക്കുന്ന മാതാപിതാക്കൾ. ഈ അമ്മയുടെ മുഖം കണ്ടാൽ തന്നെ അറിയാം, ഭയങ്കര ശാന്തതയുണ്ട് മുഖത്ത്, ഒരു ടെൻഷനും ഇല്ല, ഹാപ്പിയാണ് അല്ലേ? അതെ, എന്താ പറയാ അല്ലെ, അമ്മ ഹാപ്പിയാണ്. അമ്മയുടെ മുഖം കണ്ടറിയാം ദൈവം തന്ന ഈ ഗിഫ്റ്റിന് ഞാൻ ഇരുകയോട് സ്വീകരിക്കുന്നു.